പീപ്പിൾ എക്സ്ക്ലൂസീവ് ഹെഡ്ലിയുടെ മൊഴി തെറ്റെന്ന് ഗുജറാത്ത് മുൻ DGP RB ശ്രീകുമാർ. ഇസ്രത് ജഹാൻ കൊല വ്യാജ ഏറ്റുമുട്ടൽ തന്നെ. BJPയുടെ പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള തന്ത്രമാണ് ഹെഡ്ലിയുടെ മൊഴി. ഹെഡ്ലി ഡബിൾ ഏജന്റ് എന്നും ശ്രീകുമാർ വെളിപ്പെടുത്തി. BJPക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്ന തരത്തിൽ കൊല്ലപ്പെട്ട ആ സ്ത്രീയെയും മലയാളിയായ പ്രാണേഷ് കുമാർ പിള്ളയെ പറ്റിയും ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ ഇദ്ദേഹം പറഞ്ഞത് എൻ്റെ അനുഭവത്തിൽ വെച്ച് മനസ്സിലാക്കിയിടത്തോളം ഇത് അമേരിക്കൻ ഗവൺമെൻറ്റും ഇന്ത്യൻ ഗവൺമെൻറ്റും ചേർന്നുള്ള ഒരു ഓപ്പറേഷനാണ്. കാരണം ഈ ഹെഡ്ലി ഒരുപക്ഷെ ഒരു ഡബിൾ ഏജൻ്റ് ആയിരിക്കാം. ശ്രീകുമാറിൻ്റെ RB ശ്രീകുമാറിൻ്റെ വാക്കുകളുടെ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജി, ഒരു ഭാഗത്ത് ഹെഡ്ലിയുടെ വെളിപ്പെടുത്തലുകൾ വലിയ വെളിപ്പെടുത്തലുകളായി വ്യാഖ്യാനിക്കുന്ന ഘട്ടത്തിലാണ്, അതിനിടയിൽ കൂടി ഇസ്രത് ജഹാൻ വിഷയം ഈ വിധത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിഷയത്തിൽ തന്നെ ഹെഡ്ലി പറഞ്ഞിരിക്കുന്നത് വ്യാജ ഏറ്റുമുട്ടൽ അല്ലായിരുന്നു എന്ന തരത്തിൽ. അതിനെയാണ് ഇപ്പോൾ നമുക്കറിയാം ഈ വിഷയത്തിലൊക്കെ സജീവമായി പിന്നീടും ഇടപെട്ടിട്ടുള്ള വ്യക്തിയാണ് RB ശ്രീകുമാർ. അദ്ദേഹം ഇങ്ങനെ വെളിപ്പെടുത്തുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം വിശദീകരിക്കുന്ന സാഹചര്യം എങ്ങനെയാണ്? തീർച്ചയായിട്ടും സൗമ്യ, നമുക്കറിയാം ഇസ്രത് ജഹാൻ, പ്രാണേഷ് കുമാർ അടക്കമുള്ളവരെ കൂട്ടക്കൊല ചെയ്തതിന് പിന്നിൽ തീവ്രവാദികളെന്നായിരുന്നു മുദ്ര കുത്തിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേസ് നടക്കുകയാണ്. പ്രാണേഷ് കുമാറിന്റെ പിതാവ് അടക്കമുള്ളവർ ഇതിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. അതിന്റെ അന്വേഷണം പൂർത്തീകരിച്ചു, വിസ്താരവും പൂർത്തീകരിച്ചു. അതിന്റെ വിധി വരാനായിട്ട് ഏകദേശം 9 മാസമായിട്ട് കാത്തിരിക്കുകയാണ്. ഈ വേളയിലാണ് പുതിയ ഒരു പ്രസ്താവനയുമായിട്ട് ഇന്ത്യയെ നശിപ്പിക്കാൻ വന്ന ഒരു ഭീകരൻ എന്ന് തന്നെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ എടുത്തുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് സ്വന്തം നില മെച്ചപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നത്. അമേരിക്കയുടെയും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെയും ഒരു ഡബിൾ ഏജന്റായിട്ടാണ് ഹാഡ്ലി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇരുവരും തമ്മിൽ, അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ തന്ത്രപ്രധാനമായിട്ടുള്ള പല ചർച്ചകളും ഇപ്പോൾ നടന്നു വരികയാണ്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖച്ഛായ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, അതായത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ലക്ഷറി തയ്യബയുടെ നേതാവെന്ന് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഇസ്രത് ജഹാനെതിരെ മറ്റു തെളിവുകളൊന്നും തന്നെ ഇല്ല. കാര്യം ഇവർ ഏത് തരത്തിൽ എവിടെ നിന്നും പരിശീലനം നേടി, അവർ എന്തിനു വേണ്ടി വന്നു, എന്തുകൊണ്ട് ഇവരെ കൊലപ്പെടുത്തി, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ആക്രമണത്തെ പോലെ തന്നെ തീവ്രവാദികളാണെങ്കിൽ ഇയാളെ ജീവനോടെ പിടിച്ചിരുന്നുവെങ്കിൽ കൂടുതൽ തെളിവുകൾ നമുക്ക് ലഭ്യമാകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഗൂഢാലോചന നടന്നത്. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മൾ പറയുകയാണെങ്കിൽ കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകമായിരുന്നു. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി BJP സർക്കാർ ഇത് ഉപയോഗിച്ചാണ്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത് BJPക്ക് അനുകൂലമാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും കോടതിയുടെ യാതൊരുവിധ പരിഗണനയും ലഭിക്കില്ല എന്നാണ് ഗുജറാത്തിലെ മുൻ DGP കൂടിയായിരുന്ന RB ശ്രീകുമാർ നമ്മോട് വ്യക്തമാക്കിയത്. ഒരുപക്ഷെ ഷാജഹാൻ, നമുക്കറിയാം ആദ്യഘട്ടം മുതൽക്കേ തന്നെ മോഡി അടക്കമുള്ളവർ ഈ ഇസ്രത് ജഹാൻ വ്യാജ ഏറ്റുമുട്ടൽ സംഭവം വളച്ചൊടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഒരു ഭാഗത്ത് RB ശ്രീകുമാറിനെ പോലെയുള്ള വളരെ സ്ട്രോങ് ആയ ആളുകൾ നിൽക്കുന്നുണ്ട്. പ്രാണേഷ് കുമാറിന്റെ അച്ഛൻ വലിയ നിയമ പോരാട്ടങ്ങളിലേക്കൊക്കെ കടന്നിരുന്ന ഘട്ടങ്ങളൊക്കെ നമുക്കറിയാം. ചില സാഹചര്യങ്ങളൊക്കെ ഇത്തരം ഗൂഢാലോചനകളൊക്കെ വെളിപ്പെടുത്തുന്നതായിരുന്നു. ഒരു പക്ഷേ ഈ ഒരു വെളിപ്പെടുത്തലിലൂടെ, അതായത് ഹെഡ്ലിയുടെ ഈ ഒരു വെളിപ്പെടുത്തലിലൂടെ കാര്യങ്ങൾ മാറ്റിമറിക്കാമെന്നൊരു കണക്കുകൂട്ടൽ മോഡിക്കുണ്ട്. അത് എത്രത്തോളം ഫലപ്രദമാകുമെന്നാണ് ഇപ്പോൾ RB ശ്രീകുമാർ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും RB ശ്രീകുമാറിനെ പോലെ പരിചയസമ്പന്നനായിട്ടുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ, അത് മുൻ ഗുജറാത്തിലെ DGP ആയിരുന്ന ഒരു വ്യക്തി ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ കാര്യം അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് ഗുജറാത്ത് ഗവൺമെന്റിന്റെ അന്നത്തെ സർക്കാരിന്റെ ഒക്കെ നിലപാടുകളെ കുറിച്ച് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ കർശനമായ തരത്തിൽ പറയുന്നു, ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകമാണ്. ഇസ്രത് ജഹാൻ നരേന്ദ്രമോദിയെ കൊലപ്പെടുത്തണമെങ്കിൽ അത്തരത്തിലൊരു പരിശീലനം ലഭിച്ചിട്ടായിരിക്കണം ഈ തീവ്രവാദികൾ, പ്രാണേഷ് കുമാർ അടക്കമുള്ളവർ എത്തിയത്. അങ്ങനെയെങ്കിൽ എവിടെ നിന്ന് ഇവർക്ക് പരിശീലനം ലഭിച്ചു, ആരാണ് ഇവരെ നിയോഗിച്ചത്, എപ്പോൾ വന്നു, ഇത്തരം കാര്യങ്ങൾക്കൊന്നും യാതൊരു മറുപടിയും ഇല്ലാതെ തികച്ചും നമ്മൾ ഇന്ത്യയെ നശിപ്പിക്കാൻ വന്ന ഒരു വ്യക്തിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് എങ്ങനെ ഇവരെ ഒരു തീവ്രവാദി എന്ന് പറയാൻ സാധിക്കും? അദ്ദേഹത്തിനും, അതായത് ഈ പറയുന്ന വ്യക്തിക്ക് പോലും ഈ ഇസ്രത് ജഹാനെ നേരിട്ട് പരിചയമോ അല്ലെങ്കിൽ അവർ നേരത്തെ പരിശീലനം നടത്തിയ സ്ഥലത്തെക്കുറിച്ചോ അറിയില്ല. ഇയാളോട് മറ്റൊരാൾ പറഞ്ഞു എന്ന പേരിൽ വരുന്ന ഒരു പ്രസ്താവന അതൊരു കാരണവശാലും നിലനിൽക്കുന്നതല്ല. അതുകൊണ്ട് കോടതിയുടെ പരിഗണന പോലും, നിലവിലുള്ള കേസിൽ കോടതിയുടെ പരിഗണന പോലും ലഭിക്കില്ല. ജനങ്ങളുടെ ഇന്ത്യക്ക് തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഗവൺമെന്റ് ഇത്തരത്തിൽ ഒരു നടപടിയുമായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിലെ ജനങ്ങളും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ജനങ്ങളും ഇത് വിശ്വസിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
ഷാജി, ഒപ്പം തന്നെ അങ്ങനെ ഒരു വിശ്വാസ്യത കുറവിനെ കുറിച്ച് പറയുമ്പോഴും ഇവിടെ ഹെഡ്ലിയുടെ മൊഴിയാണ് സ്വാഭാവികമായും അതിൻ്റെ ഗൗരവത്തോടുകൂടി രേഖപ്പെടുത്തതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്ത് പാകിസ്ഥാനെതിരെ ആദ്യം മുതൽക്കേ തന്നെ ഹെഡ്ലി പറയുന്ന കാര്യങ്ങൾ പാകിസ്ഥാനെതിരായുള്ള കാര്യങ്ങളാണ്, ലഷ്കറിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെയും തന്നെയും. ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളെല്ലാം ഈ ഒരു തിരക്കഥയുടെ ഭാഗമാണെന്ന് വേണോ കരുതാൻ? തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഈ ഗുജറാത്ത് സർക്കാരിൻ ഗൂഢാലോചനയെ കുറിച്ചാണ് പറയുന്നത്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ നരേന്ദ്രമോദിക്ക് അടക്കമുള്ള സർക്കാരിന് തങ്ങളുടെ പ്രതിച്ഛായ പിടിച്ചു നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് താൻ ഭീകരവാദികളുടെ ഭീഷണിയിലാണെന്നും തന്നെ കൊലപ്പെടുത്താൻ ആളുകൾ വന്നു എന്നും വരുത്തി തീർത്തുകൊണ്ടാണ് ഈ സാധാരണക്കാരായിട്ടുള്ള ഈ 4 പേരെ വെടിവെച്ചു കൊന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ പ്രത്യാക്രമണം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഏകദേശം 3 ദിവസത്തോളം ഇവരെ കസ്റ്റഡിയിൽ വെച്ചതിന് ശേഷം കൊലപ്പെടുത്തി കൊണ്ടുവന്ന് ഇത്തരത്തിൽ തെരുവിൽ തള്ളുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ഈ AK-47 അടക്കമുള്ള AK-47 അടക്കമുള്ള തോക്കുകളൊക്കെ ഇവരുടെ കൈവശം വെച്ചുകൊണ്ട് ഇവരെ കൊലയാളികളാണ് അല്ലെങ്കിൽ തീവ്രവാദികളാണ് എന്നൊരു ശ്രമം BJP സർക്കാർ നടത്തിയത്. ഇതിനൊക്കെ എതിരായിട്ടാണ് ഇപ്പോൾ ശക്തമായിട്ട് മുൻ DGP കൂടിയായിരുന്ന ഗുജറാത്ത് DGP കൂടിയായിരുന്ന ശ്രീകുമാർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിന് ഉപോത്സലകമായിട്ടുള്ള യാതൊരുവിധ സാഹചര്യ തെളിവുകളും ഇല്ല എന്നാണ് അദ്ദേഹം വളരെ ശക്തമായിട്ട് പറയുന്നത്. കാരണം സാധാരണഗതിയിൽ ഒരു അന്വേഷണം നടക്കുമ്പോൾ ഒരു കൊലപാതകി എന്ന് മുദ്ര കുത്തുമ്പോൾ അതിന് സാഹചര്യ തെളിവുകൾ അനിവാര്യമാണ്. പക്ഷെ ഇത്തരം ഈ കേസിന് മാത്രം അത്തരത്തിൽ യാതൊരുവിധ സാഹചര്യങ്ങളുമില്ല. ഒരു തീവ്രവാദിയുടെ ഏജന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇസ്രത് ജഹാൻ ഒരു തീവ്രവാദിയായിരുന്നു അല്ലെങ്കിൽ ചാര സംഘടനയുടെ നേതാവായിരുന്നു എന്നൊക്കെ പറയുന്നതിന് യാതൊരുവിധ അടിസ്ഥാനവുമില്ല. ഇത് കരുതി കൂട്ടിയുള്ള ഒരു കൊലപാതകമാണെന്ന് അദ്ദേഹം വീണ്ടും വളരെ ശക്തമായ ഭാഷയിൽ തന്റെ വ്യക്തിപരമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. ഹെഡ്ലിയുടെ മൊഴി, ഇസ്രത് ജഹാൻ കൊലയുമായി ബന്ധപ്പെട്ട ഹെഡ്ലിയുടെ മൊഴി തെറ്റാണ്, വ്യാജ ഏറ്റുമുട്ടൽ തന്നെയാണ് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ഗുജറാത്ത് മുൻ DGP RB ശ്രീകുമാർ.